നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 കുംഭമാസം 20-ാം തീയതി, അതായത് 2026 മാർച്ച് മാസം 4-ാം തീയതി ബുധനാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാളത്തെ ബുധനാഴ്ചത്തെ സൂര്യോദയം കാലത്ത് 6:44 ഉദയം, അസ്തമയം വൈകിട്ട് 6:31 തൃശ്ശൂരിൽ. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, ബുധനാഴ്ച 12 മുതൽ 1:30 വരെയുള്ള സമയമാകുന്നു ബുധനാഴ്ചത്തെ രാഹുകാലം. നാളത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാകുന്നു. പൂരം നാളെ കാലത്ത് 7:15 വരെ. 7:15 കഴിഞ്ഞാൽ പിന്നെ ഉത്ര നക്ഷത്രമാണ്. പൂരം ഒരു ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ്. ഉത്രമാണെങ്കിലോ ഉത്രത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. ഈ 9 നക്ഷത്രങ്ങളിലും എല്ലാ ശുഭനക്ഷത്രങ്ങളാണ്. പക്ഷേ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത 3 നക്ഷത്രങ്ങൾ ഈ ഉത്തരത്രയത്തിൽ 9 നക്ഷത്രത്തിൽ പെടുന്നുണ്ട്. അതെൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം. ഒന്ന് ഉത്രം തന്നെയാണ്, മറ്റൊന്ന് ചിത്ര, പിന്നീട് രേവതി. ഈ നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പറ്റില്ല. ആ കൈകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകും അന്നത്തെ ദിനം ശാശ്വതമായി എന്ന് പറയുന്നു. കൃത്രിക ഭാഗ്യം മൂലാച്ച മകാ ചിത്രാച്ച രേവതി. കാർത്തിക ഭാഗ്യം എന്നാൽ ഉത്രം, മൂലം മകം ചിത്ര രേവതി ഉത്രം. ഈ നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണെന്ന് എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ തിരിച്ചറിയണം. നാളത്തെ തിഥി പൗർണമി കഴിഞ്ഞുള്ള തിഥിയാണ്. എന്താണ് തിഥി? പ്രതിപദം. അതും ദാരിദ്ര്യവും ഉളവാക്കുന്ന തിഥിയാണ്. പിന്നീട് ബുധനാഴ്ച നാൽക്കാലികളും സ്ത്രീകളും ഗർഭിണികളും യാത്ര ചെയ്യാൻ പറ്റാത്ത ദിവസമാണ്. അതിനാൽ യാത്രാ വിഷയമായാലും വാങ്ങാനും കൊടുക്കൽ കർമ്മത്തിലായാലും നാളത്തെ ദിനം അഭിലഷണീയമല്ല, അനഭിലഷണീയമാണ് എന്നർത്ഥം. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് നാളെ ഉത്രം നക്ഷത്രമാകയാൽ നന്നായി ആദ്യത്തെ ഹൃദയമന്ത്രം ജപിച്ച് തുടങ്ങാം. അപ്രകാരം ശിവന് കൂവളമാല ജലധാര വഴിപാടി സമർപ്പിക്കുക. രോഗികളായ അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത് നാളത്തെ ദിനം വളരെ ഗുണമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.